Hi all, Assalamu alaikum, welcome back. ഇന്ന് നമ്മളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് പുഡിങ് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാമെന്ന്. ആ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. നമുക്ക് ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പം കൂടുതലായിട്ട് ചെനഗ്രാസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് ക്രീമി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പുഡിങ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അരൻ്റെ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരറ്റ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് ആദ്യം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഇതൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം മതി കേട്ടോ. അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. പാലിവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പിനടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി നമുക്ക് മിൽക്ക് മെയ്ഡ് ലാസ്റ്റിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്തിന് നമുക്ക് ചൈന ഗ്രാസ് ഇതിലേക്ക് വേണ്ടത് ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ്. സാധാരണ നമ്മൾ 1/2 ലിറ്റർ പാലിലേക്കാണ് 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ 8 ഗ്രാം ചൈന ഗ്രാസ് എടുക്കാറുള്ളത്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് ക്രീമി ആയിട്ട് വേണ്ടതുകൊണ്ട് 10 ഗ്രാം 1 ലിറ്ററിലോട്ട് എന്ന അളവിലാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. പാലിവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തിന് നമ്മൾ അപ്പുറത്തെ സ്റ്റൗവിൽ ചൈന ഗ്രാസ് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം. ഇനി തിളച്ച പാലിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പോളം പേസ്റ്റാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അങ്ങ് തിളച്ച് കിട്ടണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പം നന്നായിട്ടൊന്ന് പാലിൻ്റെ മിക്സ് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് എത്ര വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 2 ട്രേയിലായിട്ടാണ് കേട്ടോ ഇത് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാതൊന്നും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം കേട്ടോ. തണുത്ത് വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കാഷ്യൂ വെച്ചിട്ടൊന്ന് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.